നിലാക്കീറിലേക്ക് സ്വാഗതം. അവർ 10 പേരുണ്ടായിരുന്നു. ആ രാജ്യത്ത് മരുഭൂമി പോലെ തരിശായി കിടന്ന ഇടങ്ങളിൽ വിത്തുപാകി മുളപ്പിച്ച് വളർത്തണമെന്ന ഗുരുനിർദ്ദേശമനുസരിച്ച് ഇറങ്ങിയതായിരുന്നു അവർ. എന്നോ ഒരിക്കൽ മഴ പെയ്യുമ്പോൾ മുളയ്ക്കാനിടയുള്ള വിത്തുകളായിരുന്നു അവയെല്ലാം. പക്ഷേ മഴയേ ഇല്ലാത്ത ആ നാട്ടിൽ അത് ചെയ്യുന്നത് അനാവശ്യമായിരിക്കുമെന്ന് കൂട്ടത്തിൽ ചിലർക്ക് തോന്നി. അതുകൊണ്ട് അവരിൽ 7 പേർ വിത്തുപേക്ഷിച്ച് വീടുകളിലേക്ക് മടങ്ങി. ബാക്കി 3 പേർ ഗുരു കൊടുത്തുവിട്ട വിത്തുകളെ മാറ്റിവെച്ച് മരുപ്പച്ച പോലെയുള്ള ഒരിടത്ത് പ്രാർത്ഥനയിൽ കഴിയാൻ തീരുമാനിച്ചു. തങ്ങൾ അധിക സമയം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഗുരു ആഹ്ലാദിക്കും എന്നവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം സ്വസ്ഥതയുണ്ടായിരുന്നില്ല. ഞാൻ തന്ന വിത്ത് നീ എന്തു ചെയ്തു എന്നൊരു ചോദ്യം ഉള്ളിൽ അയാൾ നിരന്തരം കേട്ടിരുന്നു. പ്രാർത്ഥന നല്ലതാണെങ്കിലും ഗുരുനിർദ്ദേശം അതല്ലല്ലോ എന്ന ഓർമ്മ അയാളെ ഭാരപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ ചങ്ങാതിമാരെ വിട്ട് വിത്തുപാകാനിറങ്ങിയത്. ആ കൊടും വെയിലിൽ കൂട്ടുകാരുടെ പരിഹാസം ഗൗനിക്കാതെ അയാൾ അധ്വാനിച്ചു. അങ്ങനെയിരിക്കെ മഴ പെയ്തു. വിത്തുകളൊക്കെയും മുളച്ചു. താൻ തങ്ങിയ സ്ഥലത്തേക്കാളും മനോഹരമായ പ്രദേശം താൻ വിത്തുപാകിയ ഇടത്ത് രൂപപ്പെടുന്നത് അയാൾ കണ്ടു. ആ രാജ്യത്തിൻ്റെ വറുതിയുടെ നാളുകൾ അങ്ങനെ അവസാനിച്ചു എന്ന് പറയാം. അപ്പോഴാണ് താൻ ഗുരുവിനെ കണ്ടുമുട്ടിയതിൻ്റെ നിയോഗം എന്തായിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. ഗുരുവിനെ തേടി താൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ തനിക്കു മാത്രമല്ല ആ ജനങ്ങളും കൂടി അതിൻ്റെ നഷ്ടം അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. അതുപോലെ യേശുവിനെ കണ്ടുമുട്ടിയ ശിഷ്യന്മാരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയായിരുന്നു. അത്തരം അനുഭവം വരച്ചിട്ട ചില ചിത്രങ്ങൾ സുവിശേഷത്തിലുണ്ട്. കഥാസന്ദർഭമൊക്കെ നമുക്ക് കൃത്യമായി തന്നെ അറിയാം. അപ്പോസ്തലന്മാരെന്ന് പേരിട്ട് തിരഞ്ഞെടുത്ത 12 പേരെ 2 പേർ വീതമുള്ള സംഘമായി തിരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിൻ്റെ വിത്തുകൾ മനുഷ്യർക്ക് പകർന്നു കൊടുക്കാൻ യേശു അവരെ അയക്കുന്നതാണ് സന്ദർഭം. അവർ പലയിടങ്ങളിൽ അലയുന്നുണ്ട്. തങ്ങളെ സ്വീകരിച്ച ഇടങ്ങളിലൊക്കെ അവർ അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. തിന്മയുടെ സ്വാധീനത്തിന് അടിമപ്പെട്ടു പോയവരെ ബലപ്പെടുത്തി. രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. മീൻ പിടിച്ചും ചുങ്കം പിരിച്ചുമൊക്കെ തങ്ങൾക്കു വേണ്ടി മാത്രമായി ജീവിച്ച മനുഷ്യരായിരുന്നു അവർ. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം അവർ എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ ആരംഭിച്ചു. മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലായത്. അതിൻ്റെ സുഗന്ധമാണ് സുവിശേഷ വായനയിൽ നാം അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരാൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് അയാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ. പ്രകാശത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുന്നത് അങ്ങനെയൊന്ന് അവിടെ ഉണ്ടെന്ന വാർത്ത കണ്ടുമുട്ടുന്നവരോടൊക്കെ പറയാനും കൂടിയാണല്ലോ. അവനെ കണ്ടുമുട്ടിയ ഒരാൾക്ക് തന്നിലേക്ക് മാത്രമായി ചുരുങ്ങാനോ അടങ്ങിയിരിക്കാനോ ആവില്ല. അങ്ങനെ സ്വയം ഒതുങ്ങാൻ തീരുമാനിക്കുന്നത് അയാൾ ജീവിതത്തോട് കാട്ടുന്ന നിന്ദയാണ് എന്ന് പറയാൻ തോന്നുന്നു. പക്ഷേ ഒരാൾ താൻ അനുഭവിച്ച വെളിച്ചത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അത്ര ലളിതമായ അനുഭവമായിരിക്കില്ല എന്നുകൂടി സുവിശേഷത്തിൽ സൂചനയുണ്ട്. കാരണം വലിയ നിയോഗങ്ങളുമായി ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ശിഷ്യന്മാർ പുറപ്പെട്ടുവെങ്കിലും അവർ തിരസ്കരിക്കപ്പെടാൻ ഇടയുണ്ട് എന്നുകൂടി യേശു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിയതാണെങ്കിലും എല്ലാവരും നമ്മെ തിരിച്ചറിയുകയും ആദരിക്കുകയും ചെയ്യുമെന്ന വ്യാമോഹം വേണ്ട എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. പക്ഷേ എത്തിച്ചേർന്ന ഇടത്ത് സ്വീകരിക്കപ്പെട്ടില്ല എന്നതിനർത്ഥം എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നല്ല, മറ്റെവിടെയോ ആണ് എനിക്ക് പോകേണ്ടത് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത് അപ്പോസ്തലന്മാരെ പോലെ കുറച്ചു പേർക്ക് മാത്രമുള്ള നിയോഗമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വാഴുന്ന ഈ ഭൂമിയെ കുറച്ചുകൂടി സ്നേഹവും സമാധാനവുമുള്ള ഇടമാക്കി മാറ്റാനുള്ള കടമയിൽ നിന്ന് ആർക്കും ഒഴിവില്ലല്ലോ. കവലകളിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുകയൊന്നും വേണ്ടെന്നേ.
നിരാശപ്പെട്ടും രോഗം ബാധിച്ചും വേറെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടും തന്നിലേക്കു തന്നെ ചുരുണ്ടുപോയ മനുഷ്യരില്ലേ, അവരെ ഒന്ന് വിളിക്കുന്നതും സന്ദർശിക്കുന്നതുമൊക്കെ വെളിച്ചം പകരാനുള്ള ശ്രമം തന്നെയാണ്. സുവിശേഷം പറയുക എന്നാൽ മതപ്രഭാഷണം നടത്തലല്ലോ, ഒരാളെ അയാളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട ഇടങ്ങളിൽ നിന്ന് ദൈവമെന്ന പ്രകാശത്തെ കണ്ടെത്താൻ സഹായിക്കലാണല്ലോ അത്. അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളാണോ? നിർത്തിക്കളയരുത്. മറ്റൊരിടത്തേക്ക് നീങ്ങാനുള്ള ധൈര്യം കാട്ടണം. മഹത്തായതെന്തോ ഇനിയും ചെയ്യാനുണ്ട്. എന്താണെങ്കിലും എന്നിലേക്കൊതുങ്ങാനോ അടങ്ങിയിരിക്കാനോ അവനെ കണ്ടുമുട്ടിയ എനിക്ക് അവകാശമില്ല എന്നു മാത്രം ഓർക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ മനസ്സുള്ള കുറച്ചധികം മനുഷ്യരുണ്ടെങ്കിൽ ഈ ഭൂമി കുറേ കൂടി അഴകുള്ള ഒരിടമാകുമായിരുന്നില്ലേ? മുമ്പ് പറഞ്ഞ കഥയിലെ പോലെ സേഫ് സോണിലേക്ക് മടങ്ങിപ്പോകാനുള്ള പ്രേരണയും ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ കമനീയമെന്ന് തോന്നുന്ന ഇടങ്ങളിൽ തങ്ങാനുമുള്ള പ്രലോഭനം നമുക്കെല്ലാമുണ്ട്. എങ്കിലും ഏതോ മഴയിൽ മുള നീട്ടാനും വസന്തം സൃഷ്ടിക്കാനും കാത്തിരിക്കുന്ന വിത്തുകൾ ഇപ്പോഴും ഉപയോഗിക്കപ്പെടാതെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നത് ഓർത്തേ മതിയാവും. എനിക്കു കിട്ടിയ വിത്തുകളെ ഞാൻ എന്തു ചെയ്യും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. വിത്തുകളുടെ പ്രാർത്ഥന എന്ന പേരിൽ പ്രിൻസ് ഓഫ് വെയിലിൽ എഴുതിയ വരികൾ ഇങ്ങനെയാണ്: മണ്ണിലേക്കെറിയണമേ, ഉള്ളിലൊരു പൂക്കാലം ഉറങ്ങുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ച വിത്തുകൾ ഇപ്പോഴും മണ്ണിലേക്ക് വീഴുന്ന നേരം കാത്ത് ഇരിക്കുകയാവുമോ? പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ അനുഭവിച്ച നീ എന്ന വെളിച്ചത്തെ പകർന്നുകൊടുക്കാനുള്ള നിയോഗം എനിക്കുണ്ട് എന്നോർക്കാൻ എനിക്കിടവരട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.